നമസ്കാരം കേട്ടാ. ജിബി ഡി മാത്യു എന്ന പത്തനംതിട്ടക്കാരൻ പശ്ചിമ ബംഗാൾ ബോർഡറിലെ കമാൻഡന്റ് ഓഫീസറായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി മറുപടി ഞാൻ പറയാം. देश के विरोध में है कि नहीं है? 96 करोड़ रुपया बरामद हुआ सर. कुछ कहना है आपको? कुछ कहना है नहीं? तो ये कैसे पैसा बरामद हुआ? कितना इतना सर? कुछ कहना है आपको? नहीं तो इतना पैसा नोटबंदी थी सरकार की, तो ये नोट आपने जमा नहीं किया बैंक में? क्या कैसे आए? मतलब कानून देश के विरोध में है कि नहीं है? 96 करोड़ रुपया बरामद हुआ सर. कुछ कहना है नहीं? ये पैसा आपके हाथ बरामद हुआ तो कैसे कलेक्शन हुआ? कहाँ से आया? ये आपका आप ही का पैसा है किसी और का है? ഈ ജിബി ഡി മാത്യുവിനെ ട്രെയിനിൽ വെച്ച് CBI പൊക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത്. മുൻപ് പശ്ചിമ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്നത് മമതാ ബാനർജിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവര് അവിടെ അതിർത്തിയിലെ ഒരു 600 മീറ്ററോളം വേലി കെട്ടാതെ അതുവഴി ബംഗ്ലാദേശികളെ കടത്തിവിട്ട് ആണല്ലോ ഇത്രയും നാളും മമത പശ്ചിമ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്നത്. തന്നെ സമാന രീതിയിൽ തന്നെ ഈ പറയുന്ന പത്തനംതിട്ടക്കാരനായ ജിബു ഡി മാത്യു, അദ്ദേഹം BSF എന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കമാൻഡിംഗ് ഓഫീസർ ആയിരുന്നു. ഇദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് CBI പൊക്കിയപ്പോൾ, അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം 90 ലക്ഷം രൂപയോളം അദ്ദേഹത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതെങ്ങനെയാണ് ഇത്രയും പണം ഇദ്ദേഹത്തിന്റെ കയ്യിൽ വന്നത്? മാത്രവുമല്ല, ഇദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോഴും ബാങ്കുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചപ്പോഴും 90 കോടി രൂപയിലധികമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിർത്തി വഴി ബംഗ്ലാദേശികളെ പശ്ചിമ ബംഗാളിലേക്ക് കടത്തിവിട്ട് ഒരാളുടെ കയ്യിൽ നിന്നും 10 ലക്ഷം 5 ലക്ഷം ഈ കണക്കിന് അദ്ദേഹം വാങ്ങിക്കൂട്ടി. ആ വാങ്ങിക്കൂട്ടിയ പണമാണ് CBI പൊക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ഹോമിക്കേണ്ട, രാജ്യത്തിന് വേണ്ടി ജീവിക്കേണ്ട ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ കമാൻഡിംഗ് ഓഫീസർ, ഇവനെ പോലുള്ള രാജ്യദ്രോഹികളാണ് നമ്മുടെ രാജ്യത്തിന് അപകടകരമായ രീതിയിൽ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് വഴി വന്ന് ബംഗ്ലാദേശിന്റെ അതിർത്തി വഴി ഭീകരന്മാരെ, മത തീവ്രവാദികളെ കയറ്റിവിടുന്നത്. ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ചിട്ടാണ് അവരാണ് ഇവിടെ വന്ന് ബംഗാൾ വഴി കടന്ന് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തുന്നതും ആക്രമണങ്ങൾ നടത്തുന്നതും. ഈ പരമനാറിയെ, ഇവനെയൊക്കെ ഈ ലോകത്ത്, നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വച്ചിരിക്കാൻ കൊള്ളാമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.